ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? എൻ്റെ ഫാമിലി ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ പുതിയൊരു ചാനലാണ്, ഒരു ചെറിയൊരു കുഞ്ഞു ചാനൽ. അപ്പോൾ നിങ്ങൾ കണ്ട് ഇഷ്ടപ്പെടണം, ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും പോരായ്മകൾ ഉണ്ടാവും. കാരണം എനിക്ക് വോയിസ് ഓവർ കൊടുത്തിട്ടൊന്നും അറിയില്ല, കൊടുക്കാനൊന്നും അറിയില്ല. അതിനെക്കൂടെ പറ്റുന്നതിന് പരമാവധി ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് മോൾക്ക് സ്കൂളിലേക്ക് കൊടുത്ത് വിടാൻ വേണ്ടിയുള്ള ഒരു ലഞ്ച് ബോക്സ് റെസിപ്പിയാണ്. എഗ്ഗ് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു കയ്യിൽ ഫോൺ വെച്ചിട്ടാട്ടെ വീഡിയോസൊക്കെ എടുക്കുന്നത്, ഒരു കൈ കൊണ്ടാണ് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് ക്ഷമിക്കാം. ഞാനിപ്പോൾ കുക്കറിലേക്ക് വെളിച്ചെണ്ണയും നെയ്യുമാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഞാൻ സ്പൈസസ് ആഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ കയ്യിൽ ഏതൊക്കെ സ്പൈസസ് ഉള്ളത് അതൊക്കെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതൊക്കെ സ്പൈസസാണ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അതൊക്കെ ആഡ് ചെയ്തോളൂ കേട്ടോ. എന്നിട്ട് ഇത് സ്പൈസസൊക്കെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു, ഈ ഉള്ളി നമ്മുടെ സവാള ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. സവാള കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിനുശേഷം ഞാൻ പച്ചമുളക് ചേർത്തെടുത്തിട്ടുണ്ട്. പച്ചമുളക് വളരെ ഒരു ചെറിയൊരു പച്ചമുളക് എടുത്തിട്ടുള്ളത്, നന്നായിട്ട് എരിവുള്ള പച്ചമുളകാണ്. അപ്പോൾ ഞാൻ ചെറിയൊരു പച്ചമുളക് മാത്രമേ എടുത്തിട്ടുള്ളൂ. കാരണം മോൾക്ക് അധികം എരിവ് ഇഷ്ടമല്ല കേട്ടോ. ഇഷ്ടമല്ല, അവൾ അധികം കഴിക്കില്ല. ഫുഡ് കഴിക്കാനേ അവൾ ഭയങ്കര ബാക്കിൽ. അപ്പോൾ എരിവും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ അവൾ തീരെ തിന്നൂല കേട്ടോ. പിന്നെ ഈ ബിരിയാണി പൊതുവെ അവൾക്ക് വലിയൊരു ഇൻട്രസ്റ്റ് ഇല്ലേ. അപ്പോൾ കുട്ടികളൊക്കെ കൊണ്ടുവരുന്നത് കണ്ടപ്പോൾ അമ്മച്ചി എനിക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി കൊടുത്തതാണ്. അപ്പോൾ ഞാൻ അതിലേക്ക് പച്ചമുളകും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ചൊരു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ കാണിക്കാൻ വേണ്ടി മറന്നു പോയിട്ടുണ്ട്. അങ്ങനെ ഇത് നന്നായിട്ട് വഴറ്റി കൊടുത്തതിന് ശേഷം ഞാൻ തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. തക്കാളിയും ഉള്ളിയും കൂടി ഒരു കുഴമ്പ് പരുവത്തിൽ വെന്ത് രണ്ടും കൂടി ഒന്ന് കുഴമ്പ് പരുവത്തിലാവണം കേട്ടോ. ഇതിന് ശേഷം ഞാൻ മസാലാസൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. മസാല ആയിട്ട് മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി പൗഡർ, നമ്മുടെ മല്ലിപ്പൊടി, പിന്നെ കുറച്ച് ഗരം മസാല, പിന്നെ കുറച്ച് ചിക്കൻ മസാല ആഡ് ചെയ്യുന്നുണ്ട്. കുരുമുളക് പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതും കുറച്ച് ആഡ് ചെയ്തോളൂ കേട്ടോ. പക്ഷേ എരിവ് പ്രശ്നമാണെങ്കിൽ അത് നമുക്ക് സ്കിപ്പ് ചെയ്യാം. എന്നാൽ ഈ മസാല ഒക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം മസാലയുടെ ഈ പച്ചമണം ഒന്ന് പോകുന്നത് വരെ നന്നായിട്ട് നമ്മൾ വഴറ്റി കൊടുക്കണേ. കരിഞ്ഞു പോകാണ്ട് ശ്രദ്ധിക്കണം കേട്ടോ. നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഞാൻ അതിലേക്ക് വെള്ളം ആഡ് ചെയ്യുന്നുണ്ട്. വെള്ളം ഞാൻ 1 കപ്പ് ജീരകശാല റൈസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 1 കപ്പ് അരി ഞാൻ കുറച്ച് മുൻപ് ഒരു 10 മിനിറ്റ് മുൻപ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് അതൊന്ന് ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 1 കപ്പ് അരിക്ക് ഞാൻ 1.5 കപ്പ് വെള്ളം കേട്ടോ ഉപയോഗിക്കുന്നത്. കാരണം പ്രഷർ കുക്കറല്ലേ, അപ്പോൾ അത്രയും മതിയാവും. അങ്ങനെ വെള്ളം ഒഴിച്ച് അതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ പകുതി പിഴിഞ്ഞൊഴിക്കുന്നുണ്ട് കേട്ടോ. കാരണം അരി തമ്മിൽ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാനാണ്. എന്നിട്ട് നമ്മുടെ പാകത്തിന് നിങ്ങൾ ഉപ്പ് നോക്കണം കേട്ടോ. ഈ ടൈമിലൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഉപ്പ് നോക്കി പാകത്തിന് ഉപ്പിട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യാം, നന്നായിട്ട് തിളപ്പിക്കുക. തിളച്ച് വന്നതിന് ശേഷം, വെള്ളം തിളച്ചതിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് അരി ആഡ് ചെയ്യുന്നത് കേട്ടോ. 1 കപ്പ് അരിയാണ്. അരി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഞാനൊന്ന് പ്രഷർ കയറ്റി വിടുന്നുണ്ട്. 3 വിസിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം അധികം വേവാത്ത ചോറാകുമ്പോൾ അവൾ അധികം തിന്നൂല. അപ്പോൾ അതിനാണ് ഞാൻ 3 വിസിൽ. പക്ഷെ അധികം വെന്തിട്ടൊന്നുമില്ല കേട്ടോ. അങ്ങനെ വെന്ത് നല്ല കുഴമ്പ് പരുവത്തിലൊന്നും ആയിട്ടില്ല. നല്ല പാകത്തിനുള്ള വേവായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ഇതിലേക്ക് ബോയിൽ ചെയ്ത് വെച്ച എഗ്ഗും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. എങ്കിലേ എഗ്ഗ് ബിരിയാണി ആവുള്ളൂ. അങ്ങനെ അതിലേക്ക് ഞാൻ സവാളയും മല്ലി ഇലയും കൂടി കുറച്ച് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം മോൾക്കായ കാരണം കുറച്ച് ആഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ. നമ്മുടെ എഗ്ഗ് ബിരിയാണി റെഡി ആയിട്ടുണ്ട് കേട്ടോ. മോൾക്ക് അൽഹംദുലില്ലാഹ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അവൾ വയറ് നിറച്ച് കഴിച്ചിട്ടാണ് കൊടുത്തു വിട്ട്. ഫുള്ള് അവൾ കഴിച്ചിട്ടുണ്ട്. ചെറിയൊരു കുറച്ച് അച്ചാർ വെച്ചിട്ട് കൂട്ടി വെച്ചെടുത്തിട്ടാണ് മോൾക്ക് കൊടുത്തു വിട്ടത്. അപ്പോൾ വീണ്ടും വേറൊരു വീഡിയോ കാണുന്നത് വരെ അസ്സലാമു അലൈക്കും.